ഇറാന്റെ നിലപാടിൽ മാറ്റമില്ല. ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടാൻ സാധ്യത എന്ന് വിലയിരുത്തുന്നു. ഒമാനിൽ വെച്ചാണ് മൂന്നാം ഘട്ട അമേരിക്കൻ ഇറാൻ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാധാന ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഏറെക്കുറെ ആ ചർച്ചയുടെ ആരംഭം കുറിക്കപ്പെടുകയും അതിൻ്റെ മുന്നോടിയായി ചില നിലപാടുകളും നിർദ്ദേശങ്ങളും രാജ്യങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ഇറാന്റെ നിലപാട് കൃത്യമായ രീതിയിൽ ഇറ്റലിയിൽ വെച്ച് പറഞ്ഞതും അതിന് മുൻപ് ഒമാനിൽ വെച്ച് പറഞ്ഞതിൻ്റെയും ആവർത്തനം തന്നെ അവർ പറയുകയും വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത രീതിയിൽ അമേരിക്ക പെരുമാറുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിലുമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പ്രശ്നപരിഹാരം, അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായി പരസ്പരം രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള നിലപാടുകാരനാണ് യഥാർത്ഥത്തിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ബദർ അൽ ബുദൈസ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നമ്മൾ ഈ മേഖല ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പിലും അല്ലെങ്കിൽ വലിയ ശ്രമവുമാണ് നടത്തുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബുസൈദിയുടെ ആ നിലപാടുകൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നും രണ്ടും ഘട്ട ചർച്ച പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം ഘട്ട ചർച്ച വീണ്ടും ഒമാനിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒമാനിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ നിർബന്ധിതമായിരിക്കുന്ന സ്ഥല തീരുമാനം ഉണ്ടാക്കിയത് ഇറാനാണ്. തങ്ങൾ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും ഇതിൻ്റെ മധ്യസ്ഥത ആദ്യം തന്നെ വഹിച്ചത് ഒമാൻ ആയതുകൊണ്ട് അവരുടെ രാജ്യത്താണ് അത് ഏറ്റവും ഉചിതം എന്നുള്ള കാര്യം പറയുകയും അതിൽ കടുംപിടുത്തം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ വഴങ്ങേണ്ടി വന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുട്ടിനുമായിട്ട് വിറ്റ്കോഫ് ചർച്ച നടത്തിയത്. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രതിനിധിയാണ്. ട്രംപുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളും ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നിയോഗിച്ച വ്യക്തിയും സ്റ്റീവ് വിറ്റ്കോഫ് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള അധികാരം ഇദ്ദേഹത്തിന്റെ കൈവശത്തിലാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് എന്നതിനാൽ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പുട്ടിനുമായിട്ടുള്ള ചർച്ചയോടനുബന്ധിച്ച് ഇറാന്റെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മറ്റൊരു മീഡിയ, അതായത് ഈ റഷ്യ പ്രതിനിധീകരിച്ചുള്ള ഒരു മീഡിയ ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഏറെക്കുറെ അമേരിക്കക്ക് ഉറപ്പാണ്. അത് പ്രയോഗിക്കാൻ അവർക്ക് ധൈര്യമുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ അവർക്ക് മടിയില്ല എന്നുള്ളതും അവർക്ക് ബോധ്യപ്പെട്ട കാര്യവുമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാന് വേണ്ടിയിട്ടുള്ള റഷ്യയുടെ ഇടപെടൽ വലിയ സ്വാധീനം ചെലുത്തും എന്ന് വിറ്റ്കോഫ് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ അനുനയിപ്പിച്ചുകൊണ്ട്, അതായത് ഇറാനെ അനുനയിപ്പിക്കാൻ വേണ്ടി റഷ്യ എന്തെങ്കിലും തരത്തിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ തങ്ങൾക്കത് വലിയ സ്വീകാര്യതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ കണിശപരമായിരിക്കുന്ന ഏതെങ്കിലും ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നു, അവരുടെ സ്വതന്ത്രമായിരിക്കുന്ന അധികാര പരിധിയിൽ കയറിക്കൊണ്ട് അഭിപ്രായം പറയുന്ന രീതി ശരിയല്ല എന്നുള്ളതും എല്ലാവരെ പോലെ തന്നെ അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനും നിർമ്മിക്കാനും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യത്തിലൊക്കെ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് സൈനികർക്ക് അത് നൽകാനൊക്കെ അധികാരമുണ്ട്. അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ്. അപ്പോൾ ഏറെക്കുറെ അവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം ഘട്ടത്തെ ചർച്ചയ്ക്ക് ഇറാനെ പ്രതികരിച്ചുകൊണ്ട് അബ്ബാസ് അറാഞ്ചിയാണ് വിദേശകാര്യമന്ത്രി ഒമാനിലെത്തി. അതോടൊപ്പം തന്നെ ഒമാന്റെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ബദർ അൽ ബുസൈദിയുമായി രഹസ്യമായിരിക്കുന്ന 2 ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ നിലപാട് ആയത്തുള്ള അലി ഖംനായി, അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന അദ്ദേഹം മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആയുധങ്ങൾ സംരക്ഷിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ്, മറ്റുള്ള എല്ലാ രാജ്യക്കാരെ പോലെ തന്നെ. സമാധാനമായിരിക്കുന്ന ആണവായുധ പ്രയോഗത്തിന് അല്ലെങ്കിൽ ആണവായുധ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഇതിനു മുൻപ് റഷ്യയും ചൈനയും അനുമതി നൽകിയതാണ്. ആ അനുമതി
അമേരിക്കയും അംഗീകരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി അമേരിക്കയുടെ പ്രതിനിധിയായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫിനോട് ആവശ്യപ്പെട്ടത്. മുൻപ് ഇതേ ഒരു സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് രണ്ട് രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യ, ചൈന എന്ന് പറയുന്നത്. അവര് സമാധാനമായിരിക്കുന്ന ആണവായുധ ഉപയോഗത്തിന് വേണ്ടി റഷ്യക്ക് അവകാശമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് അനുമതി നൽകിയതാണ്. അത് നിങ്ങളും അനുമതി നൽകണം. പിന്നെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് രാജ്യത്ത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് UN സഭയുടെ പ്രതിനിധി പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പരിശോധന നടത്തുക എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിലേക്കും അത് ആവണം. തത്തുല്യമായ രീതിയിലാണ് അത്തരം പരിശോധനകൾ നടത്തേണ്ടത്. പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഈ രണ്ട് രാജ്യവും. ഇസ്രായേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പരസ്യമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തോടനുബന്ധിച്ച് അത് പറയാറുണ്ട്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രാവശ്യം പ്രതിരോധ മന്ത്രിയും അതേപോലെ രാജ്യസുരക്ഷാ മന്ത്രിയും തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ടെന്നും വേണ്ടി വന്നാൽ ഗാസയിൽ തങ്ങൾ അത് ഉപയോഗിക്കുമെന്നും പറഞ്ഞത് വലിയ വിവാദമാവുകയും ആ വിവാദത്തോടനുബന്ധിച്ച് സർക്കാർ മാപ്പ് പറയുകയും പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിലും ഇറാന്റെ വിദേശകാര്യമന്ത്രി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ അത് സമ്മതിച്ച കാര്യമാണ്, അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ മാറ്റി നിർത്തി അവർ ഇത് ഉപയോഗിക്കാൻ അവകാശികളാണെന്നും തങ്ങളുടെ രാജ്യം അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്ന രീതിയോട് തങ്ങൾക്ക് യോജിപ്പില്ല. ഒരു നയം കൊണ്ടുവരുന്ന സമയത്ത്, ഒരു നിലപാട് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവർക്കും തത്തുല്യമായിരിക്കണം. ഒരാളെ അംഗീകരിക്കുകയും ഒരാളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കുന്ന രീതിയല്ല. അപ്പോൾ ഈ സ്റ്റീവ് വിറ്റ്കോഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇസ്രായേലി താല്പര്യമുള്ള വ്യക്തിയാണെന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ നയനിലപാടിനെ 100% ശരിവെക്കുകയും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പലസ്തീനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ട്രംപിൻ്റെ നയനിലപാടിനോട് ചേർന്ന് തന്നെയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നിലപാടിനെക്കുറിച്ചോ അതിൻ്റെ സമീപനത്തെക്കുറിച്ചോ ചോദിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നിരിക്കുന്നത്. ഇതൊരിക്കലും ഇറാൻ അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പോൾ 3-ാം ഘട്ടത്തിലും യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരത്തിൽ എത്താനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് അറേബ്യൻ മീഡിയകളും പത്രങ്ങളും ഒക്കെ പ്രാദേശിക തലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമോ, അത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണെങ്കിലും അത് ഒമാന്റെ വിദേശകാര്യ മന്ത്രിയാണെങ്കിലും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ആണെങ്കിലും പറഞ്ഞിട്ടില്ല. അത് ഇനി തൊട്ടടുത്ത ദിവസം പറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ ഇതൊരു പരിഹാരമാവാത്ത ഒരു സ്ഥിതി വരികയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ ഇതിന് ഇടപെടിച്ചുകൊണ്ട് നേരിട്ട് ഇറാൻ സന്ദർശിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അഭിപ്രായപ്പെടുകയും നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ തങ്ങളത് തയ്യാറാണ് എന്ന് സൗദി അറേബ്യ പറയുകയും ചെയ്തത് ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇവരൊരു രൂപത്തിലെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പറഞ്ഞിട്ടുണ്ട്. അവർ പത്രക്കാരുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പത്രക്കാരുടെ ചോദ്യത്തിന് പറയുകയാണ്, ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഏറെക്കുറെ പ്രശ്ന പരിഹാരം ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് കാര്യം, വിട്ടുവീഴ്ചയ്ക്ക് 2 രാജ്യങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു യുദ്ധത്തെ താങ്ങാനുള്ള ശക്തി നിലവിൽ മിഡിൽ ഈസ്റ്റിനില്ല. മാത്രവുമല്ല ഈ യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് വിജയക്കൊടി നാട്ടും എന്നുള്ള ഒരു അവകാശം ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല. ഈ ഇറാന്റെ ഭാഗത്തും വലിയ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അത് മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി രാജ്യത്തിന് തന്നെ ഉണ്ടാവും എന്നൊരു ഭയപ്പാട് അറേബ്യൻ രാജ്യങ്ങൾക്കുള്ളത് കൊണ്ട് പ്രശ്നപരിഹാരം എല്ലാവരുടെയും ആവശ്യമാണ് എന്നതിനാൽ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ഈ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ബുസൈദിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇനിയും തൊട്ടടുത്ത ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മുഖാമുഖം കാണാമെന്നും ചില കാര്യങ്ങൾ തങ്ങൾക്ക് ആ സമയത്ത് പറയാനുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ അബ്ബാസ് അറാഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന്, ഈ പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം യാതൊരു മറുപടി പറഞ്ഞിട്ടില്ല. നമ്മൾ ചർച്ച ഒന്നും നടത്തിയിട്ടില്ലല്ലോ,
ചർച്ചയ്ക്ക് ശേഷമല്ലേ നിലപാടും കാര്യങ്ങളൊക്കെ പറയേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കൂ, നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷയുണ്ട് എന്നോ പ്രതീക്ഷയില്ലെന്നോ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകയും ഇവിടെ മുയച്ച് കാണുകയാണ്.